ഇസ്ലാമിന് കുറെ സമ്പത്തുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഏറ്റവും നല്ല സമ്പത്ത് ഒരാളതും ഞാൻ കണ്ടിട്ടില്ല. എന്റെ അടുത്ത് അന്യായമായി ഒന്നുമില്ല. ഏറ്റവും നല്ല മാന്യമായ ജീവിതം നമുക്ക് നയിക്കാലോ അല്ലേ? ഇപ്പൊ വണ്ടി കച്ചവടമായിരുന്നാലും സ്ഥലക്കച്ചവടമായിരുന്നാലും അതിലൊക്കെ ഈമാൻ പറ്റും. അതിലാരോ ഈമാൻ പറ്റൂല എന്നാരോ നമ്മളെ പഠിപ്പിച്ചു നിൽക്കണം. വണ്ടി കച്ചവടമാകുമ്പോ അതിൽ ഈമാൻ പറ്റൂല, അതിലും പറ്റും കൂട്ടരെ ഈമാന്. എന്താ, ഒരു ഭൂമി വാങ്ങിയിട്ട് ആ ഭൂമിക്ക് ഞാൻ ഇത്രക്ക് വാങ്ങിയാണ്, എനിക്ക് എന്റെ കുടുംബം കഴിഞ്ഞുവിടാനുള്ള ഒരു ലാഭം ഈ അയിമ തരണം, ഞാൻ എന്റെ സ്നേഹിതനാണ്, എടുക്കുകയാണെങ്കിൽ എടുത്തോ, ഇത്ര ലാഭം തന്നൂടെ, അത്ര ലാഭം തരാൻ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്നാൽ ഒരു പകുതി കുറച്ചുകൂടെ ആ പകുതി കച്ചവടാക്കി. എന്തൊരു റാഹത്തായ കച്ചവടം ഇത്. 10 സെന്റ് ഭൂമി വാങ്ങിയിടും, എന്നിട്ട് ഇങ്ങനെ മനക്കോട്ട കെട്ടും. നമ്മള് മനക്കോട്ട കെട്ടിയിട്ട് ഒറ്റ കുടുംബത്തിലെ അളാപ്പാന്റെ മകൻ വന്ന് ചോദിച്ചു, ഈ സ്ഥലം മൂത്താപ്പാന്റെ അല്ലേ? എന്റെ അല്ല, കാസർഗോട്ടുകാരൻ്റെ. അവനോട് ചോദിച്ചാൽ അത് ഒരു ഏർപ്പാട് ചെയ്യുമ്പോൾ പറ്റൂല എന്നാ. എന്നിട്ട് നമ്പർ വെക്കാതെ ഫോൺ വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് പറയാ, അതാ പിന്നെ അത്രയോ 10 എന്റെ മൂത്താപ്പാന്റെ മകൻ തന്നെയാണ്. 10 കുറയില്ലല്ലേ? കുറയില്ല. മറ്റോ ഏതാ കാസർഗോട്ടുകാരെ? ആരുമല്ല, നമ്മൾ തന്നെ. സ്വന്തം കുടുംബത്തെ വരെ ചതിക്കുന്ന കച്ചവടങ്ങൾ നടത്തി കൊള്ളലാഭങ്ങൾ പെയ്തെടുക്കുന്ന ആ സമ്പത്ത് നമ്മളെ കുട്ടികളെ പള്ളന്റെ ഉള്ളിലെത്തിയാല് എന്തായിരിക്കും സ്ഥിതി അല്ലേ? അങ്ങനെയുള്ള രാജാക്കന്മാരല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. മാർക്കറ്റിൽ എത്തുന്നതിന്റെ മുമ്പ് വസ്തുവകകൾ വഴിവക്കിൽ വെച്ച് കച്ചവടാക്കരുത് ഇസ്ലാം പറഞ്ഞു. മാർക്കറ്റിൽ എത്തുന്നതിന്റെ മുമ്പ് ബൈക്കം നിങ്ങൾ കച്ചവടാക്കരുത്, ഈത്തപ്പഴം മുന്തിരിക്കുന്നു. കാരണം മാർക്കറ്റിലുള്ള വില പാവപ്പെട്ടവൻ അറിയില്ല അല്ലേ? കൊയിലാണ്ടിന്ന് മീൻ പിടിച്ചാൽ ഇന്നതാ മൊബൈൽ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കൊയിലാണ്ടി മീൻ പിടിച്ചാൽ ചോദിക്കുക, എവിടെ എത്ര, കാസർഗോഡ് എത്ര, അതിലേക്ക് എന്നാ വിട്ടൂടാണ്, കടൽക്കുടി കൂടിയാണ്. നമ്മൾ കാണൂല. കാരണം മാർക്കറ്റ് വിലയിൽ മികച്ച തോൽക്ക് കിട്ടണീനോല അർഹരാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റ് വിലയും മാർക്കറ്റിലെ സ്ഥിതിയും അറിയാതെ അനാവശ്യമായി വില കയറ്റി ലക്ഷക്കണക്കിന് രൂപ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറിച്ചു കിട്ടുന്ന സമ്പത്ത് ഓർക്കുക. നമുക്ക് ഹലാലാണോ ഹറാമാണോ? നമുക്കുള്ള സമ്പത്ത് അത് നല്ലതായാൽ നമ്മളെ കുട്ടിയേക്ക് രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങാം, ഞമ്മക്കൊന്ന് ഉറങ്ങാം. നമ്മളിങ്ങനെ കടന്നിട്ട് ഭാര്യനോട് ഒരു കട്ടൻ ചായ കൂടി ഉണ്ടായിക്ക, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടായിക്ക, ആ കട്ടൻ ചായ, ഒരു കട്ടൻ ചായ കൂടി ഉണ്ടാക്കി, എന്താന്നറിയില്ല, തലക്കൊരു കിട്ടൂല കൂട്ടരെ, കിട്ടൂല. ആരാന്റെ സമ്പത്ത് മുണിങ്ങിക്കൊണ്ട് കിടന്ന ഞമ്മക്ക് ഉറക്കം തരൂല. കട്ടില് നമ്മളതായിട്ട് കാര്യമില്ല, കിടക്ക നമ്മളതായിട്ട് കാര്യമില്ല, ഒക്കായിട്ട് കാര്യമില്ല. ഉറക്കം നമ്മളെടുത്തില്ലല്ലോ, അള്ള തരണ്ടേ, അത് ഉറക്കണം. അത് അള്ളാഹുവിനോട് ചോദിക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വ അഹ്യ, എന്റെ ജീവിതവും മരണവും റബ്ബേ നിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞിട്ടാ കിടക്കുന്നത്. ഉറക്കവുമായി അവിടെ ഒരു വാക്കുമില്ല പ്രാർത്ഥന. ഉറക്കം എന്ന വാക്ക് നമ്മൾ പറയല്ലാതെ ആ ഉറക്കത്തിന്റെ പ്രാർത്ഥനയിൽ ഉറക്കത്തിന്റെ ഒരു വാക്ക് പോലുമില്ല. മരണമാണ് അവിടെ. മരണത്തിന് കണക്ക് ചോദിച്ചിട്ടല്ലാതെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. ഹറാമിന്റേത് പാടില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൃത്തുക്കളെ, കുറ്റ്യാടിയിലുള്ള നിങ്ങളോ മലപ്പുറത്തുകാരനായ ഞാനോ ആ പരിധിയിൽ വരാൻ പാടില്ല. ലയഅതിയന്ന അലന്നാസി സമാനൻ, ഈ സമൂഹത്തിനൊരു കാലം വരാനുണ്ട്. ലാ യുബാലി അൽ മർഉ, മനുഷ്യൻ ആ കാലത്ത് പരിഗണിക്കുകയില്ല ബിമാ ഇക്തസബൽ മാൽ, എന്തുകൊണ്ടാണ് സമ്പത്ത് ശേഖരിച്ചതെന്ന്, മിൻ ഹറാം, ഹറാമിൽ നിന്നാണോ, അമ്മിൻ ഹലാൽ, ഹലാലിൽ നിന്നാണോ എന്ന് മനുഷ്യരാരും നോക്കാത്ത ഒരു കാലം വരാനിരിക്കുന്നു. മുത്തുനബി പറയാണ്, നമ്മളൊന്നും ആകരുത്. സമ്പത്ത് ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കിയാൽ തന്നെ ജീവിക്കാം. നമ്മളെന്താ പറയാ അറിയോ, മോനെ അങ്ങനെയൊന്നും നോക്കി അക്കാലത്ത് ജീവിച്ചാൻ പറ്റൂല എന്നാ, അങ്ങനെയൊന്നും നോക്കി അക്കാലത്ത് മരിച്ചു പോകാൻ പറ്റൂല എന്ന് ആരോ പറയലുണ്ടോ? ഇല്ല, അത് എല്ലാവർക്കും പോകാം അല്ലെ. ഈ കാലത്ത് അങ്ങനെയൊന്നും നോക്കിയാൽ ജീവിക്കാൻ പറ്റൂല എന്ന് വാക്യം നമ്മൾ പറഞ്ഞിട്ടോ. ജീവിതവും മരണവും അല്ലാഹുവിന്റെ നാമത്തിലാണ്. ഹറാമായ സമ്പത്തിന്റെ കച്ചവടങ്ങളായി പോകാൻ പാടില്ല. പലിശയുടെ സമ്പ്രദായം നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു അല്ലേ. പലിശാജി ഒരു സ്ഥലത്തുണ്ടല്ലോ അങ്ങനെ പലിശാജി. കാരണം ഒന്നുമില്ല, ചായ പൈസ കൊടുക്കണം എന്നാണ്. 1000 ഉറുപ്പ്യൊക്കെ തരും, പക്ഷെ ചായ പൈസ കൊടുക്കേണ്ട ഒരു മാസം കൂടുമ്പോ. ചായക്ക് എത്ര പൈസ? ചായക്ക് 5 ഉറുപ്പ്യ. അതല്ല, 1000-ന് 100 ഉറുപ്പ്യ വെച്ച് അല്ലേ. എന്തൊരു ചായ ഇത്? പലിശ. എന്നിട്ട് പറയാം നമ്മള് പലിശ അല്ല. എന്തിനാ എന്തിനാ സുഹൃത്തെ അന്യായമായി ആരുടെയെങ്കിലും നമ്മൾ ചെന്നത്? വേണ്ട. നോക്കൂ നിങ്ങൾ, കൊള്ളലാഭങ്ങളോ പറ്റിക്കലോ അതുപോലെ തന്നെ നമുക്ക് അവകാശമില്ലാത്ത സമ്പത്ത് വാങ്ങലോ നമുക്ക് പാടില്ല. മുസ്ലിങ്ങളായ നമുക്ക് അഭിമാനിക്കാം, ഒരാളെ സമ്പത്തും നമ്മൾ വാങ്ങണില്ല. ശരിയാ, സ്ത്രീധനോ അത് വാങ്ങുന്നുണ്ട്. അതിപ്പോ അന്യായമല്ലല്ലോ, ന്യായ. എവിടെ? നമ്മളെ നാട്ടിൽ പടച്ചോന്റെ അടുത്തല്ല,
അല്ലേ? സ്ത്രീധനം ഹറാമാഞ്ഞി പറയാത്ത ഏതെങ്കിലും സംഘടന ഉണ്ടോ? ഇല്ല. എല്ലാവരും പറഞ്ഞു. മുജാഹിദ് പറഞ്ഞു, മുജാഹിദ് ആദ്യം പറഞ്ഞു, സുന്നി പറഞ്ഞു, ജമാഅത്ത് പറഞ്ഞു, സുന്നിയിലെ രണ്ടു കൂട്ടരും പറഞ്ഞു. എന്നിട്ടും സ്ത്രീധനം വാങ്ങണോൽക്കൊരു കുറവുമില്ല. ചിലർ പറയും ഭരണം വന്നാൽ ചൊക്കാവും. ഇവിടെ ഇന്ത്യ ഭരണത്തിൽ തന്നെ ഉണ്ട് 406 ആക്ട് പ്രകാരം സ്ത്രീധനം വിരോധിക്കപ്പെട്ട രാജ്യ ഇന്ത്യ. പടച്ചോനെ പേടി വേണം കൂട്ടരെ. സ്ത്രീധനല്ലാത്തൊരു കല്യാണം മുസ്ലിമേ നമുക്ക് നടത്തണ്ടേ? എന്ന് ഖിയാമത്തിന്റെ മുമ്പ് നടക്കുന്നത് ഒന്ന് ആലോചിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അനർഹമായ സമ്പത്ത് വിഴുങ്ങാൻ പാടില്ല, തമ്മിൽ വിഴുങ്ങാൻ പാടില്ല. ഇല്ലാ അൻ തകൂന തിജാറതൻ തറാലിൻ മിൻകും. നിങ്ങൾ തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെ അല്ലാതെ, പരസ്പരം തൃപ്തിപ്പെട്ട കച്ചവടത്തിലൂടെ അല്ലാതെ അന്യായമായൊരു മനുഷ്യന്റെ സമ്പത്ത് നമുക്ക് ഭുജിക്കാൻ പാടില്ല. തമ്മിൽ അമ്മോശാക്കിയും പുതിയാപ്പിളിയും തമ്മിൽ. സുഹൃത്തെ, എന്നാണ് നമ്മളൊക്കെ ഒരു മുസ്ലിമായ? ഒരു പെൺകുട്ടിന്റെ അടുത്ത് ചെന്ന് ആ പെൺകുട്ടിയെ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ ചെന്ന് കാണാൻ അനുവാദം കൊടുത്തു. ഉപ്പയുടെയും ഉമ്മയുടെയും അനുവാദത്തോടുകൂടെ, ഉപ്പയുടെ വലിയന്റെ അനുവാദത്തോടുകൂടി ഒരു പെൺകുട്ടിയെ കാണാം. കണ്ടു പറ്റിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി നമുക്കുള്ള ജീവിതത്തിലേക്ക്, ഭാവിയിലേക്കുള്ള സഖിയാണോ, പറ്റുന്നതാണോ, ദീനുണ്ടോ നോക്കാൻ നമ്മളോട് പറഞ്ഞു. ദീനുണ്ടോ അത് നോക്കാൻ നമ്മളോട് പറഞ്ഞു. പടിഞ്ഞാട്ട് കുമ്പിടോ, ഖുർആൻ ഓതാൻ അറിയോ, മക്കളെ പോറ്റാൻ കഴിയോ, വാപ്പനെയും മനെയും സ്നേഹിക്കുവോ, ഇതൊക്കെ നോക്കാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞെന്തറിയോ? ഒക്കെ ഖുർആൻ ഓതാൻ അറിയോ? ഖുർആൻ ഓതാൻ അറിയില്ല. അങ്ങനെ ആ സാരല്ല, ഞങ്ങൾ കുറ്റിയാടി ചെന്നിട്ട് ഉണ്ടാക്കിക്കോളാന്നാണ്. അവക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാനൊന്നും ഇതുവരെ പഠിച്ചില്ല. ഒന്നും പ്രശ്നമില്ല, ഒക്കെ ഞങ്ങൾ കുറ്റിയാടി ചെന്നാ പഠിപ്പിച്ചോളാം. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കൂല, ഒക്കെ നമ്മൾ വെള്ളം കൊടുത്ത് എഴുന്നേച്ചോളാം, ഒന്നും പ്രശ്നമില്ല. പിന്നെ അവളെ വാപ്പാക്ക് കുറച്ച് പൈസന്റെ കുറച്ച് കുറവുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ, അസ്സലാമു അലൈക്കും അല്ലേ? അത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത. സുഹൃത്തെ, ഈ പക്ഷികളുടെ കൂട്ടത്തിലൊരു പക്ഷിയുണ്ട്. സ്വന്തം ഇണക്ക് ഒരു മത്സ്യത്തെ പിടിച്ചു കൊണ്ടേറ്റ് കാണിച്ചു കൊടുക്കും. ഇതാ ഞാൻ മീൻ പിടിക്കാൻ കഴിവുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ട്, ഇണയെ ബോധ്യപ്പെടുത്തിയാലേ ഇണ ചേരാൻ മറ്റേ പക്ഷി അനുവദിക്കുള്ളൂ. നമ്മൾ മീനൊന്നും പിടിച്ചണ്ട, ഒരു മാണായിട്ട് ചെല്ലാനുള്ള യോഗ്യത എന്ന് നമുക്ക് നേടും അല്ലേ? കുടുംബക്കാരൊക്കെ പാടെ കൂടി കല്യാണം കഴിപ്പിക്കുന്നു. അവസാനം ഭാര്യ വീട്ടിൽ സ്വത്ത് കുറവാന്നറിയുന്നു. അപ്പൊ മറ്റവനോട് പറയാം, ഇജ്ജ് കാര്യം തീർത്തള. പുതിയാപ്പള പറയാം, ഞാൻ കാര്യം തീർക്കില്ല. തീർക്കടാ കാര്യം, ഓനെ കൊണ്ട് തീർപ്പിക്കാൻ. അളാപ്പി മൂത്താപ്പി അമ്മോനൊക്കെ പാടെ അത് തീർത്തു. പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിച്ചപ്പോഴും അവിടെ സമ്പത്ത് കുറവാന്ന് പിന്നെ അറിയണേ. തീർത്തലടാ, നമുക്ക് മുതലുള്ള കിട്ടും. കിട്ടൂല കൂട്ടരെ, കിട്ടൂല. ഈ ലോകത്ത് കുഞ്ഞുമോന്റെ ഭാവി അപകടത്തിലായി അല്ലേ? എന്തിനാ നമുക്ക് സുഹൃത്തെ, നമുക്ക് അന്യായമായി ഒരു ഉപ്പയുടെ ഒരു 2 സെന്റ് ഭൂമി പാർക്കണ ഒരു വാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് 10 ലക്ഷം ചോദിക്കാൻ ഞമ്മക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മളെ സമുദായത്തിന് വീരപ്പം വരെ 2 സർക്കാരിനോട് 5 ലക്ഷം ചോദിച്ചു നോക്കിങ്ങൾ. എന്നിട്ട് നമ്മള് ഒരു വാപ്പയോട് പോയി ചോദിക്കാം. പരപ്പനങ്ങാടി കടപ്പുറത്ത്, ഓട്ടുമ്മൽ കടപ്പുറത്ത് ഒരു പുതിയാപ്പള പുതിയണ്ണനെ കാണാൻ ചെന്നു. അവിടെ നിന്ന് ചെന്നു, ഒരു ചായയും കുടിച്ചു. ചായയൊക്കെ കുടിച്ചപ്പോ പഴവും തിന്നു. ഒരു ചായ 2 പഴമൊക്കെ തിന്നിട്ട് അമ്മോശാക്കാനോട് ചോദിച്ചു, കുട്ടിനൊക്കെ എനിക്ക് പറ്റി, നിങ്ങളെന്താ തരുക? അയാള് പറഞ്ഞു, കൈകൊണ്ട്, ബലത്തെ കൈകൊണ്ട് തലക്കൊന്ന് തരും. കുടിച്ച ചായന്റെ 5-10 ഉറുപ്പിക പഴം വെച്ചിട്ട് പോയിക്കോന്ന് സ്ഥലം വിടാൻ പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ആണത്വമുള്ള നാടിനെ കുറിച്ച് അഭിമാനം കൊണ്ടു. കടപ്പുറ കൊണ്ടേ മീൻ വിറ്റിട്ട് എന്താ ഒന്നും കിട്ടൂല, ചിലപ്പോ പട്ടിണിയാ. അന്നാട്ടിലായി. നോക്കുങ്ങൾ, ആദർശമുള്ള ഒരു സമൂഹം ജീവിക്കുന്നു. ആലുവക്കാരനായ ഷാജഹാൻ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് കൊന്നു, തീ കൊളുത്തിക്കൊന്നു. പിറ്റേന്ന് പേപ്പറിലെ സ്ത്രീധനം തികയിട്ടാണല്ലോ 18 ലക്ഷത്തിന്റെ ഒരു കാറും 75 ലക്ഷത്തിന്റെ സ്വർണ്ണാഭരണവും, അതിന്റെ പുറമെ 1 കോടിയോളം തുകയും കൊടുത്തിട്ട് ഷാജഹാൻ ഈ ലോകത്ത് വെച്ച് സ്ത്രീധനം തികഞ്ഞിട്ടില്ല. ഷാഹ് ജഹാൻ. നോക്കിങ്ങള്, ഇതൊരു നല്ല പേര്. നമ്മൾ നന്നായി. ഇനിയെങ്കിലും ഈ ഇരിക്കുന്ന കുറ്റിയാടിയിലെ മുസ്ലിം ഉമ്മത്തെ, നിങ്ങൾ ഇവിടെ ഒരുപാട് സ്ത്രീധനമില്ലാത്ത വിവാഹങ്ങൾ നടക്കുന്നു എന്ന് കേട്ടു, സന്തോഷമുണ്ട്. പുരുഷന്മാർ, ആൺകുട്ടികൾ സ്ത്രീധനമില്ലാതെ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരു ധനമാണ് എന്ന് മനസ്സിലാക്കി ഹലാലായ സമ്പത്തോട് ജീവിതം തുടങ്ങുക. സ്ത്രീധനം വാങ്ങിയ പുതിയാപ്പിളാര് പടച്ചോന്റെ അടുത്ത് പൊറുക്കപ്പെടൂല. അമ്മോശാക്കാനെ തെരഞ്ഞ് ഇന്ന് തന്നെ പോയി കളി. ഫോൺ നമ്പർ കിട്ടൂല. ഫോൺ മൂപ്പര് നമ്മൾ വിളിച്ചെടുക്കൂല. നമ്മൾ വിളിച്ചാൽ അമ്മോശാക്ക ഫോൺ എടുക്കൂല. മുമ്പ് ഒരിക്കടുത്തിന്റെ ഫല കടപ്പളും തീർന്നിട്ടില്ല.
അതുകൊണ്ട് ഇയാള് ഫോൺ എടുക്കൂല. പോയി പറഞ്ഞളി, ഞാൻ തരാം, ഞാൻ കടം വീട്ടി തരാം, പറഞ്ഞളി. സ്വത്ത് ഹലാലാകണം സുഹൃത്തെ. സ്വന്തം ഒരു ഭാര്യ വീട്ടിൽ വന്ന് നമുക്ക് കഞ്ഞിവെള്ളം തന്ന് അഥവാ മരണപ്പെടുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തരേണ്ട ഭാര്യയുടെ ഉപ്പയെ വാടകപ്പരയിലേക്ക് പറഞ്ഞയച്ചില്ലേ നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിൽ? അള്ളാഹുവിന്റെ ഖുർആൻ വിരോധിച്ച കാര്യമാണ് സ്ത്രീധനം. അതുകൊണ്ട് സ്ത്രീധനം വാങ്ങാത്ത, സ്ത്രീധനത്തിന്റെ ഏർപ്പാട് നടത്താത്ത കാലം നമുക്ക് ഉണ്ടാവണം. അനാഥകളുടെ സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. കുടുംബങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ അനാഥകളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ തരുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച ലാഭമടക്കം 18 വയസ്സ് തികയുമ്പോൾ അനാഥകളുടെ പേരിൽ രേഖപ്പെടുത്തി കൊടുക്കാൻ കുടുംബ ബന്ധുക്കൾ തയ്യാറാകേണ്ടതുണ്ട്. അനാഥകളുടെ സമ്പത്ത് കൈകാര്യകർത്തൃത്വം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു നഷ്ടവും വരുത്താതെ കൊടുക്കണമെന്നാണ് ഇസ്ലാം ദീനു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വാപ്പ ജീവിച്ചിരിക്കുമ്പോ മകൻ മരിച്ചാലോ? നോക്കൂ നിങ്ങൾ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുജൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അനുജന്റെ കുട്ടികൾക്കും ഭാര്യക്കും കൊടുക്കേണ്ട സമ്പത്ത് എനിക്ക് JCB പോയി മാന്തിക്കൊണ്ടുവരാനാണെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനല്ലേ നമ്മളെ നാട്ടിലൊക്കെ? വാപ്പ ജീവിച്ചിരിക്കെ നമ്മളെ ആങ്ങളെയോ അല്ലെങ്കിൽ പങ്ങളോ ആരെങ്കിലും ഒക്കെ മരിച്ചാല് അവരെ സ്വത്ത് വാപ്പാക്കാൻ, എന്നിട്ട് അത് വാപ്പാനോട് പോയി പറയണ ആരറിയോ? മകൻ, വാപ്പ മകൻ മരിച്ചാ സ്വത്തേ നിങ്ങൾക്ക് ഖുർആൻ പറയും. ഖുർആനിൽ അങ്ങനെ എത്ര ആയത്ത് പറഞ്ഞിരിക്കണം? അവനെ ഇതുവരെ ഒരായത്തൻ പോയി തരാൻ കഴിഞ്ഞിരിക്കണം. ഈ ഒരു ആയത്തും കൊണ്ട് വരുന്നേ എന്താ അറിയോ? വാപ്പാക്കാണ്. കുറച്ചു കഴിഞ്ഞാ വാപ്പി മരിക്കൂലേ? അപ്പൊ എനിക്കും കിട്ടുമല്ലോ സ്വത്ത്. അതാ സുഹൃത്തെ, ഇടത്തെ ഭാഗത്ത് വതാ നെഞ്ചുവേദന വരുന്നു, ഉടൻ അതാ പോകുന്നു. അതേ നമ്മളുടെ സ്വത്തുമതാ വാപ്പാക്ക് നീങ്ങുകയാണ്. നീക്കം മഴക്കാറ് പോലെ തന്നെയാണ്. ഒന്നും ഒപ്പിടണ്ട, രേഖയിൽ ഒന്നും പതിക്കണ്ട, നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ നീങ്ങുന്നത് പോലെ തന്നെ. അതുകൊണ്ട് സുഹൃത്തെ, ഏറ്റവും നല്ല വിധത്തിലുള്ള വരുമാനമാകണം, ഹറാമായ വരുമാനമാകാൻ പാടില്ല. ലാ തഖറബൂ മാലൽ യതീം ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ല വിധത്തിലല്ലാതെ അനാഥയുടെ സമ്പത്തിനോട് നിങ്ങൾ അടുക്കാൻ പാടില്ല. അനാഥകളുടേത്, കുടുംബത്തിലുള്ളവരുടേത്, അന്യരുടേത് ഭൂമി തുറക്കാൻ പാടില്ല. അല്ലേ? പലപ്പോഴും കാണാം രജിസ്റ്റർ ഓഫീസർമാരൊക്കെ പറയേ, ഈ ആധാരമില്ലാത്ത സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ പലരും ഇങ്ങനെ വരുന്നതാണ്. ആധാരത്തിലില്ല, ഇങ്ങനെ ആധാരത്തിലില്ല, ഒരു 3 സെന്റ് ഉണ്ട്, ആധാരത്തിലില്ല. നിങ്ങൾ എങ്ങനെ ഈ 3 സെന്റ് ആധാരത്തിലില്ലാത്ത വെക്കണ്? അവിടെ തുറന്ന് ഇവിടെ തുറന്ന്, അപ്പുറത്ത് വാന്തി ഇപ്പുറത്ത് വാന്തി, ഇവിടെ വാന്തി അവിടെ വാന്തി, ആധാരത്തിലില്ലാത്ത കുറെ ഉണ്ടോ? പക്ഷേ നഷ്ടപ്പെട്ടവന്റെ ആധാരത്തിലുണ്ടാകും, നഷ്ടപ്പെട്ടവന്റെ ആധാരത്തിലുണ്ടാകും. പൊതുവഴിയാകുന്ന റോഡ് അല്ലേ? പൊതുവഴിയാവുന്ന റോഡൊക്കെ കണ്ടില്ലേ നിങ്ങള്? നാഷണൽ ഹൈവേക്കാര് വന്നുകാണ്ട് ഓരിങ്ങനെ എവിടെ വന്നിറങ്ങുമ്പോ ഇവിടെ ഒരു നാഷണൽ ഹൈവേ ഉണ്ടായില്ല, എവിടെ ഒക്കെ ഉണ്ട്. അപ്പൊ ഓല് തുടങ്ങും ഒരു തലക്കന്ന് ഇങ്ങനെ ഒരു മീറ്ററും കയറൊക്കെ പിടിച്ചു. ചിലപ്പോ നമ്മളെ നെഞ്ഞത്ത് കൂടി, നമ്മളെ കൂൾബാറിന്റെ ഉള്ളിൽ കൂടി, നമ്മളെ പേരന്റെ സിറ്റ് ഔട്ട് കൂടിയൊക്കെയാ പോവുക. അപ്പൊ നമ്മൾ പറയും, ഇത് അതെന്താ നീതിയാ, അതെന്താ നീതിയാ? നമ്മളിത് ഇങ്ങോട്ട് ഇറക്കി കെട്ടിക്കൊടുത്തത് റോട്ടിക്ക് ഇറക്കി എന്തൊരു നീതിയാ? അത് നമ്മളെ വേറെ നീതി. ആ അനീതികൾ നമുക്ക് പാടില്ല. നമുക്ക് അന്യന്റെ സ്വത്ത് ആരുടേതായിരുന്നാലും അന്യരുടേതാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അവകാശമില്ല. സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ വീട്ടിലെത്തുമ്പോൾ കീസയിൽ നല്ല വില പിടിപ്പുള്ളൊരു പെണ്ണ് കണ്ടാൽ ആരുടേതാണെന്ന് ചോദിക്കാൻ ഉപ്പ തയ്യാറാകണം. ഇല്ലെങ്കിലോ 15 വയസ്സാകുമ്പോ ഒരു ബൈക്ക് കാണാം, നല്ലൊരു 55,000 റുപ്യയുടെ ഒരു ബൈക്ക് മരത്ത്. അതാ മോനെ ചോദിച്ചരുത് വാപ്പാ, ഞാൻ പണ്ട് പെണ്ണ് കൊടുത്തീന്, നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ എഴുതിയില്ല, അതുകൊണ്ട് വേണമെങ്കിൽ താക്കോലെടുത്ത് പോയിക്കോളിന്നറിയും. അതിന്റെ അപ്പുറമൊന്നും പറയാൻ കഴിയില്ല. കുറച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേരാമ്പ്രയുടെയോ കുറ്റ്യാടിയുടെയോ ബാങ്കിന്റെ സേഫ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചോദിക്കാൻ അധികാരമില്ലാതിരിക്കും. അന്യന്റെ സ്വത്ത് അനർഹമായി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അവസാനം ഇതാ വാപ്പയെയും കൊണ്ട് പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊണ്ടുവന്നത് മുഴുവൻ എവിടുന്നാന്നൊന്നും വാപ്പ ചോദിച്ചില്ല. ടാപ്പ് റെക്കോർഡർ വരുന്നപ്പോ വാപ്പ അത് ഓണാക്കി വെച്ചു, CD പ്ലെയർ കൊടുന്ന ഫയല് CD ഇട്ടു, അതേപോലെ തന്നെ എല്ലാം കൊടുന്നപ്പോ പാറ്റനെ കൊല്ലുന്ന സാധനം കൊടുന്നപ്പോ അയോട്ട് അടിയുടി ഒക്കെ എവിടുന്നാന്നൊന്നും ചോദിച്ചില്ല. അവസാനം വാപ്പാനെ അടക്കം പൊക്കി. കാരണം സ്വത്ത് മുതൽ കണ്ടെടുത്തത് ഉപ്പയുടെ റൂമിൽ നിന്നായിരുന്നു. ഓർക്കണം, നമുക്ക് അനർഹമായതൊന്നും വേണ്ട. നമുക്ക് നമ്മളുടെ ബിസിനസ് ആകുമ്പോൾ തന്നെ സുഹൃത്തെ പേടിയാണ്. കച്ചവടക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. മുത്തുനബി പറഞ്ഞു, അന്നത്തുജാറ യുബഅസൂന യൗമൽ ഖിയാമ യൗമൽ ഖിയാമത്തി ഫുജ്ജാറ. തുജാറുകൾ ഫുജ്ജാറുകളായി കൊണ്ടായിരിക്കും പുനരെഴുന്നേൽപ്പിക്കപ്പെടുക.